ഈ തസ്കരവീരൻ ഒക്കെ ഇറങ്ങിയ ആ ഒരു കാലത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിരുന്നു അന്യർ എന്ന് പറഞ്ഞ ചലച്ചിത്രം. അതിന്റെ സംഗീത സംവിധായകൻ മോഹൻ സിത്താരയായിരുന്നു. മോഹൻ സിത്താരയുടെ ഒപ്പം ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു താങ്കൾ ആദ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം നമുക്ക് അന്യറിലെ ഈ ഗാനം, ഇപ്പോൾ പുള്ളിക്കുയിലെ എന്ന് പറഞ്ഞ് ഉള്ള ഗാനം, ആ ഗാനം ഒരു ഗാനമാണ്, അതിൽ ഒന്നിലേറെ ഗാനങ്ങളുണ്ട്. ഒരു ഗാനമാണ് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത്. ലെനിൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും പാട്ടുകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന സംവിധായകനാണ്. ഇപ്പോൾ വേനൽ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ചില്ല് എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും MP ശ്രീനിവാസനും ONV കൂടി ഒരുക്കിയിട്ടുള്ള ഒരുപാട് മികച്ച ഗാനങ്ങളുണ്ട്. പിൽക്കാലത്ത് രാത്രിമഴ എന്ന് പറഞ്ഞ സിനിമ ദൈവത്തിൻ്റെ വികൃതികളിൽ ഒരു കവിത മാത്രമേ ഉള്ളൂ, പക്ഷെ അത് മധുസൂദനൻ നായരെ കൊണ്ട് എഴുതി ചൊല്ലി അങ്ങനെ വലിയ കാവ്യ പാരമ്പര്യം, അതുപോലെ എഴുത്തുകാരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയിലെ ഈ ഒരു പർട്ടിക്കുലർ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള വളരെയധികം പ്രണയാർദ്രമായിട്ടുള്ള ഒരു ഈണവും അതിനേക്കാൾ മത്സരിക്കുന്ന പോലെയുള്ള വരികളും. പുള്ളിക്കുയിലേ കള്ളിക്കുയിലേ നീ കുളിരലയായി എന്ന് തുടങ്ങുന്ന ഗാനം സുജാതയാണ് അത് ആലപിച്ചിട്ടുള്ളത്. സുജാതയുടെ ഇത്തിരി ഒരു കൊഞ്ചലോട് കൂടിയിട്ടുള്ള ഒരു ശബ്ദം, അത് നമുക്ക് ഈ പ്രണയഗാനങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇത്തിരി കൊഞ്ചൽ, താങ്കളുടെ തന്നെ ദേവരാഗത്തിലെ പാട്ട് യാ 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 എന്ന് തുടങ്ങുന്ന പാട്ടിലൊക്കെ ആ ഒരു കൊഞ്ചൽ, ആ കൊഞ്ചലോട് കൂടിയിട്ടുള്ള ഒരു ഉച്ചാരണം ആ പാട്ടിന് അധികമായിട്ടുള്ള ഒരു അഴകും മിഴിവും ഒക്കെ നൽകുന്നുണ്ട്. ഈ പാട്ടിലും അങ്ങനെയുള്ള കുറച്ച് സിഗ്നേച്ചർ സുജാത ആലാപന സ്റ്റൈലുകൾ ഈ ഗാനത്തിലുണ്ട്. അപ്പോൾ ഈ പാട്ടിലൂടെ നമുക്കൊന്ന് പോയാലോ? അന്യർ എന്ന പടത്തിന് വേണ്ടിയിട്ടാണ് ഞാനും മോഹൻ സാരെയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് പുള്ളി. തൃശ്ശൂർക്കാരനാണ്. മാത്രമല്ല ജോൺസന്റെ വേറൊരു എന്താണ് പറയുക അവതാരമാണ്. ജോൺസൺ എന്തൊക്കെ ചെയ്യും അതൊക്കെ മോഹൻ സാരും ചെയ്യും. കുറച്ചൊരു കൂട്ടി പറയുകയാണെങ്കിൽ പുള്ളിക്ക് പടങ്ങൾ സംവിധാനം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഉള്ളിൽ സംവിധായകനുമുണ്ട്, കണ്ടാൽ അറിയാം. അപ്പോൾ ഇദ്ദേഹത്തെ ആദ്യം കണ്ടുമുട്ടുന്നത് ദേവരാഗത്തിൽ എൻ്റെ പാട്ടുകളെല്ലാം ഹിറ്റായി കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് സിനിമയുടെ സ്വഭാവം. എല്ലാ ആൾക്കാരും അങ്ങോട്ട് വരും. ഒരു പടം ഹിറ്റായാൽ അയാളുടെ പിന്നാലെ ആയിരിക്കും മിക്കവാറും നിർമ്മാതാക്കൾ മൊത്തം. ഇല്ലാത്ത പ്രാധാന്യം നമുക്ക് വരും, നമ്മുടെ പിന്നാലെ ആൾക്കാർ വരികയും ചെയ്യും. ഈ പിന്നാലെ ഫോൺ കോളും ആൾക്കാരും വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുക ഞാനാണ്. അമ്മാവൻ മരിക്കാൻ 1-2 തവണ മരിക്കുകയല്ലാതെ എപ്പോഴും മരിക്കാനൊക്കില്ല. പിന്നെ ദേവരാഗത്തിലെ പാട്ട് ഹിറ്റായതോടുകൂടി ലീവ് കിട്ടുന്ന പ്രശ്നമേ ഒതുക്കുന്നില്ല ഔദ്യോഗികമായിട്ട്. ആ സമയത്താണ് ഒരുപാട് സിനിമാക്കാർ അപ്രോച്ച് ചെയ്തത്. അപ്പം ഞാൻ അതിനകത്ത് ഒരു സിനിമാക്കാരൻ ഷൊർണൂർ ഏരിയയിലുള്ളതായതുകൊണ്ട് ആ നിർമ്മാതാവിൻ്റെ ഫോൺ അത് വന്നപ്പോൾ ഞാനത് ഓക്കെ എവിടെ വെച്ചാണ് കമ്പോസിങ്, തൃശ്ശൂർ വെച്ചാണെന്ന് പറഞ്ഞു. ആരാണ് മ്യൂസിക് ഡയറക്ടറെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കീരവാണി ലെവലിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ പറഞ്ഞു അതിങ്ങനെ മോഹൻ സിത്താരയാണ്. അപ്പോൾ എനിക്ക് താല്പര്യമാണ്, കാരണം മോഹൻ സിത്താരയുടെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പോൾ ഞാൻ ചെല്ലുന്നത് ദേവരാഗത്തിൻ്റെ ഒരു പരിവേഷത്തിലാണ്. വലിയ കാര്യമായിട്ട് എന്നെ പ്രൊഡ്യൂസർ സ്വീകരിച്ചിരുത്തുന്നു. ഒരു മുറിക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ ബന്ധനസ്ഥാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഹാർമോണി പെട്ടിയൊക്കെ ആയിട്ട്. സാധുവായൊരു മനുഷ്യൻ അവിടെ ഇരുന്നുണ്ട്. അപ്പം തന്നെ ട്യൂൺ ഉണ്ടാക്കാനാണ്. ഞാൻ ചെല്ലുന്നു, സിറ്റുവേഷൻ പറയുന്നു. പടത്തിൻ്റെ പേരൊന്നും അത്ര അട്രാക്റ്റീവ് അല്ല, സാധാരണ ഒരു പടമാണ്. പക്ഷേ 6-7 പാട്ടുകളുണ്ട്. അപ്പം ഞാനിങ്ങനെ ഗ്ലാമറസ് ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ചെന്ന് സംസാരിക്കുന്നു. ഒരു പാട്ട് അപ്പം തന്നെ എഴുതി ഉണ്ടാക്കുന്നു, അപ്പം തന്നെ ട്യൂൺ ചെയ്യുന്നു. അപ്പോൾ സന്തോഷമായി. സിതാര വലിയ സന്തോഷം, നല്ല ഗംഭീരമായ ട്യൂണാണ്. അപ്പോൾ തിരിച്ചിറങ്ങാൻ നേരത്തെ എനിക്കെന്തോ ഈ പ്രൊഡ്യൂസറെ കണ്ടപ്പോൾ എന്തോ ഒരു സംശയം തോന്നി, വെറുതെ ഒരു സംശയം. തിരിച്ചെന്നെ കൊണ്ടാക്കാൻ പുള്ളി വരുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് നിങ്ങളുടെ ഈ റെമ്യൂണറേഷൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് തുറന്നു? സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. ഇയാളെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണത് സാധാരണ? അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല അത് നല്ല റെമ്യൂണറേഷൻ ആയിരിക്കും എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു അതല്ല, എനിക്കിപ്പോൾ കുറച്ച് കൂടുതൽ റെമ്യൂണറേഷൻ വേണം, അതുകൊണ്ടാണ്. അല്ല സാറിൻ്റെ റെമ്യൂണറേഷൻ എങ്ങനെയാണ്? അല്ല നിങ്ങൾ പറയൂ, നിങ്ങളുടെ എമൗണ്ട് പറയും. അപ്പോൾ അയാൾ എമൗണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്ത കരച്ചിൽ വന്നു, കാരണം അത്ര ദയനീയമാണല്ലോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അങ്ങനെ എഴുതാറില്ല, ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് വേറെ ഉള്ളതുകൊണ്ടല്ല, എങ്കിലും എനിക്ക് ഒരു നോർമൽ റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇതുകൊണ്ടല്ല ജീവിക്കുന്നത്, ആകാശവാണി ജോലിയുണ്ട്, അതുകൊണ്ട് പ്ലീസ് ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ കൂളായിട്ട് അപ്പോൾ ഒരു പാട്ട് എഴുതി. അപ്പോൾ ആ പാട്ട് എഴുതിയ പാട്ട് നിങ്ങൾ വേണമെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്തോളൂ, ഞാൻ അത് വേണമെങ്കിൽ ചെയ്തോളൂ, പിന്നെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കാരണം 8 പാട്ടുണ്ടല്ലോ. സിതാര ഇത് അറിയുന്നില്ല, പാവം അവിടെ കാത്തിരിക്കുകയാണ്.
ആ ഒരു പാട്ടില് താങ്കൾ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഞങ്ങളെല്ലാം കൂടെ മാക്ടയുടെ ഒരു സമ്മേളനം, മാക്ടയുടെ സിനിമാക്കാരുടെ ഗെറ്റുകളുള്ള സമയത്ത് ഒരുപാട് ഗാനരചയിതാക്കൾ ഒരുമിച്ച് ഹോട്ടലിൽ താമസിച്ചു BTH. അപ്പോൾ പല റൂമുകളിലും ഗാനരചയിതാക്കളാണ്. അപ്പോൾ ഗാനരചയിതാക്കൾ സാധാരണ റെക്കോർഡ് ചെയ്ത പാട്ടിട്ട് ചിലത് അവിടെ ഇരുന്ന് വരി എഴുതും ഈ ട്യൂൺ അനുസരിച്ച്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത മുറിയിൽ ഞങ്ങൾ കമ്പോസ് ചെയ്ത ഈ ട്യൂൺ ഇങ്ങനെ കേൾക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചത് ആ പാട്ടാണല്ലോ. ഞാൻ പതുക്കെ ചെന്ന് നോക്കുമ്പോൾ പറയാൻ വയ്യ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ് കഷ്ടപ്പെട്ട്. അയാൾക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടം എനിക്കും പുത്തഞ്ചേരിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് ടക്കെന്ന് എഴുതാൻ പറ്റും. മറ്റേ ആൾ ഒരു 100 തവണ ശ്രമിച്ചാലും എഴുതാൻ പറ്റും, പക്ഷേ എഴുതുന്നതൊക്കെ ബോറായിരിക്കും നോർമലി. അതുകൊണ്ട് ഇയാൾ കിടന്ന് വിഷമിക്കുകയാണ്. ഞാൻ ഓൾറെഡി എഴുതിയിട്ട സാധനങ്ങളുണ്ട്. അപ്പം അതിന് പകരം ഇയാൾ വേറെ ഉണ്ടാക്കുന്നത് വളരെ അരോചകമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇതേത് പടമാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പടത്തിൻ്റെ പേര്, അപ്പോൾ ആളെനിക്ക് മനസ്സിലായി സെയിം പ്രൊഡ്യൂസർ തന്നെ. അപ്പോൾ ഞാൻ തുറന്ന് ചോദിച്ചു എത്ര രൂപ തന്നു. അത് സാധാരണ അങ്ങനെ മത്തിക്കച്ചവടം പോലെ ആരും ചോദിക്കാറില്ല. എത്ര രൂപ തന്നു എന്നിട്ട് പുള്ളി ഒന്ന് ഞെട്ടി. അപ്പോൾ പുള്ളി ഒന്ന് മടിച്ച് പറഞ്ഞു നല്ല പ്രതിഫലം അല്ല എത്ര തന്നു. അപ്പോൾ പുള്ളി പ്രതിഫലം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പ്രതിഫലത്തിൻ്റെ 100-1 കൊടുത്തിരിക്കുന്നത് 7 പാട്ടിന്. മോഹൻ സിത്താരയ്ക്ക് കൊടുത്തിട്ടുള്ളത് ഇയാൾക്കും എഴുത്തുകാരനും ഈ ലിറിസിസ്റ്റിന് കൊടുത്തത് ഞാൻ എത്ര വാങ്ങിക്കുന്നോ അതിൻ്റെ 100-1 ആലോചിച്ചോളൂ. എമൗണ്ട് പറഞ്ഞ നാണക്കേടാണ്. അപ്പോൾ അത് ഇയാൾ വാങ്ങിച്ചിരിക്കുകയാണ്. സങ്കടം തോന്നി. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം കൂടിയാണ് ഈ പ്രൊഫഷൻ ഇങ്ങനെ ആക്കുന്നത്. ONV കുറിപ്പ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു ബിച്ചതിനുമില്ലേ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേ വാങ്ങാവൂ. ചാൻസ് കിട്ടുന്നു അത് വേറെ പ്രശ്നം, എന്നാലും തീരെ ബുദ്ധിമുട്ട് കാണിക്കരുത്. അത് പ്രൊഫഷനെ തന്നെ ബാധിക്കും. കാരണം പിന്നെ നമ്മുടെയൊക്കെ മാർക്കറ്റ് റേറ്റ് കുറയും. ഇതൊരു ബിസിനസ് അല്ലേ എന്ന് ഞാനിങ്ങനെ അയാളെ ഉപദേശിച്ചിട്ട് പോന്നു. പക്ഷേ എനിക്കൊരു വാശി വന്നു. ആ വാശി നമ്മൾ പിന്നീട് വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ ആ വാശി എങ്ങനെ തീർത്തു എന്നുള്ളത് പറയാം. ഇത് പരിചയപ്പെട്ട സംഭവിക്കുക. ഈ ഒരു ഓർമ്മകളും ഈ ഒരു തിക്താനുഭവങ്ങളും ഒക്കെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്യർ എന്ന് പറഞ്ഞ വരുന്നു. അതിലപ്പോൾ ഞങ്ങൾ രണ്ടും ഇത് മറന്നിട്ട് പുള്ളി നല്ലൊരു ട്യൂൺ ഇടുന്നു. അത് ഇവിടെ നമ്മുടെ ചേതനയിൽ വെച്ചാണ് റെക്കോർഡിങ് നടക്കുന്നത്. എനിക്ക് പെട്ടെന്ന് വരാവുന്നതുകൊണ്ട് അവിടെ രസമുണ്ട്. ചേതനയാണെങ്കിൽ ആ സമയത്ത് ഒരുപാട് സിനിമകളിലെ റെക്കോർഡിങ് നടക്കുന്ന ഒരു ഇടമായി മാറിക്കഴിഞ്ഞു. അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു എന്താ ഇങ്ങനെ പ്രശ്നമല്ലേ ഇത്. എന്നാലും ഞാൻ പോയപ്പോൾ എന്നോടൊരു ഡയലോഗ് പറഞ്ഞു. ശ്രീകുട്ടനൊക്കെ ഉണ്ട്. ശ്രീകുട്ടൻ പറഞ്ഞു ചേട്ടൻ എവിടെ ആരും ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ അല്ല ഇത്ര അടുത്ത് ആയപ്പോൾ പെട്ടെന്ന് വന്നൂടെ ചേട്ടനെന്താ ഇങ്ങനെ. അവൻ സങ്കടം കൊണ്ടാണ് പറയുന്നത്. കാരണം ഇതിന് കറക്റ്റ് സമയത്ത് വരണ്ടേ, നമ്മൾ തീരെ താമസിച്ചാണ് വരുന്നത്. ഞാൻ പറഞ്ഞു എടാ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒതുക്കി ചെന്നു. പക്ഷേ മോഹൻ സാർക്ക് ആ ഭാവ്യതൊന്നുമില്ല. പാട്ടാണെങ്കിലും അതിമനോഹരമായി. പാട്ടെന്ന് വെച്ചാൽ അതിമനോഹരമായ പാട്ട്. വേറെ ഒരു പാട്ട് കാവാലം എഴുതിയിട്ടുണ്ട് അതിനകത്ത്. പക്ഷേ ഇത് വനത്തിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള ഒരു പാട്ടാണ്. അതിന് വിജയമേനോൻ സാധാരണ സിനിമയിൽ വിജയമേനോന് നല്ല പാട്ടുകൾ കിട്ടാറില്ല. പക്ഷേ ഇത് മനോഹരമായൊരു പാട്ടാണ് കിട്ടിയത്. പക്ഷെ സിനിമ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ പകുതിയായി സിനിമയിൽ അത് വലിയ നഷ്ടമായി. കാടുവാഴും ദൈവമറിയാതെ അവിടെ ലെനിൻ്റെ ഒരു വിജയമുണ്ട് കേട്ടോ. ലെനിനും ഉണ്ടായി. പുള്ളിയുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ട്. ഞാൻ എഴുതിയത് കാടുവാഴും ദൈവമറിയാതെ മലംഭൂതങ്ങളും അറിയാതെ. പുള്ളി പറഞ്ഞു ഈ മലം എന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലെടുക്കും, മനസ്സിലായോ? അപ്പോൾ മലം ഭൂതങ്ങളെന്ന് പറയുമ്പോൾ മലംഭൂതങ്ങൾ എന്നുള്ള കറക്റ്റ് ആണെങ്കിലും അതുകൊണ്ട് MDR അത് നമ്മൾ രണ്ടുപേരും പ്രതികളാകും. 2 രാജേന്ദ്രന്മാർ കയറിയിട്ട് ലെനിൻ രാജേന്ദ്രനും MD രാജേന്ദ്രനും മലയാള സിനിമ മലിനമാക്കി എന്നുള്ള തോന്നൽ വരണ്ട. അപ്പം ഞാൻ പറഞ്ഞു വേറൊരു വാക്കിടാം. വേറൊരു വാക്കായിരിക്കും നല്ല. അതുകൊണ്ട് പാട്ട് നന്നായി. കാടുവാഴും ദൈവമറിയാതെ കാണാപ്പൂതങ്ങളും അറിയാതെ. ഇതുകൊണ്ട് വയലാറിനോട് ദേവരായം പറഞ്ഞിട്ട് മാറ്റിയതുപോലെ തുളുമ്പും പാൽക്കൂടം അരയിൽ വെച്ചു നീ. അത് ദേവരായമായിട്ട് തിരുത്തി കൊടുത്താ. മറ്റേ ഒക്കത്താണ്. തുടുമ്പും പാൽക്കൂടം ഓക്കത്ത് എന്നായിരുന്നു എഴുതിയിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ലെനിൻ ഈ ഒരു രാജേന്ദ്രൻ വേറൊരു രാജേന്ദ്രനെ രക്ഷിക്കുകയും പാട്ട് ഭംഗിയാവുകയും ചെയ്തു. അങ്ങനെ അതിലെ ഈ ഇതിന്റെ തന്നെ മറ്റേ ഭാഗം അതാണ് കുറച്ചുകൂടി എനിക്ക് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വരികൾ. അവൻ ചോലക്കരികിൽ വന്നു മുളം തേനും തിനയും തന്നു
കയ്യിൽ മണിച്ചിത്രവളപ്പൊതിയുണ്ടോ കണ്ടാൽ പൊതിക്കുന്ന ചാന്ത് പൊട്ടു തന്നു ഇളം കാറ്റേ ഇളം കാറ്റേ കാറ്റേ കുളിരാട നെയ്യാൻ കള്ളൻ തോഴനെവിടെ എവിടെ. സുജാത ഇങ്ങനെ ഇനി വേറെ അത്ഭുതം ഞാൻ പറയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, ഇത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഐ വി ശശിയും പറഞ്ഞിട്ടുണ്ട്, പ്രിയദർശനും പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാം, ഇത്രമാത്രം അഡ്ജസ്റ്റ് ചില ചിരികൾ, ഇങ്ങനെയുള്ള ചില നുറുങ്ങുകളൊക്കെ ശബ്ദത്തിൽ വരുത്തിക്കൊണ്ട് ജാനകമ്മയുടെ ഒരു സ്കൂളാണ് പാട്ട് മനോഹരമാക്കാൻ. അല്ല, ചിത്രയ്ക്ക് പറ്റുമെങ്കിൽ ഈ സുജാത വേറൊരു സ്കൂളാണ്. ഈ പാട്ട് വിജയിക്കാനുള്ള ഒന്നാമത്തെ കാരണം അത് കറക്റ്റായിട്ട് മോഹൻ സിതാര ഈ സുജാതയെ വിളിച്ചു എന്നുള്ളതാണ്. അതായത് കാറ്റേ എന്നുള്ള വിളിയും ആ ഹസ്കി ആയിട്ടുള്ള ചില ഭാഗങ്ങളും, കള്ളൻ തോഴൻ എവിടെ എവിടെ ഉള്ളിക്കുയിലെ ഒരു കൊഞ്ചലും, അത് വളരെ ഗംഭീരമാണ് ആ പാട്ട്. മാത്രമല്ല ആ പാട്ടിനെക്കുറിച്ച് നിങ്ങളാരും വിശ്വസിക്കുകയില്ല, കൈതപ്പുറവുമായിട്ട് അടികൂടുന്നു, പുത്തഞ്ചേരിയുമായിട്ട് അടികൂടുന്നു, ലോകത്തുള്ള സകല പാട്ടെഴുത്തുകാരുമായിട്ട് അടികൂടുന്നു ഒരാൾ, നിരൂപകനാണ്. അയാളെല്ലാവരും ചീത്ത വിളിക്കും, കാരണം അത് തെറ്റി, ഇതിവിടെ തെറ്റി, മറ്റൊരു തെറ്റി എന്നൊക്കെ പറഞ്ഞ് അവസാനം പിന്നെ ഇതാണ് നമ്മുടെ പുത്തഞ്ചേരിയെ വല്ലാതെ ആക്ഷേപിച്ചു. കിണ്ടാണ്ടെന്നോ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇയാൾ മലയാള ഗാന നിരൂപണത്തിലെ കിണ്ടാണ്ടമാണോ എന്നൊക്കെ പോലും വിശ്വസിക്കുന്ന ഒരാൾ ഇതേക്കുറിച്ച് പേജുകളോട് എഴുതും, ആസ്വാദനം. ഞാൻ ഞെട്ടിപ്പോയി. ടി പി ശാസ്ത്രമംഗൽ ഇയാൾ ഏതോ ഒരു നല്ല പത്രത്തിൽ ഈ പാട്ടിനെക്കുറിച്ച് ഒരു പേജ് നിരൂപണം, ഒരു കുറ്റവും പറയാതെ പുള്ളി അങ്ങ് ആസ്വദിക്കുകയാണിത്. അപ്പോൾ അത്രമാത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണിത് പല അർത്ഥം. അത് ദാറ്റ് ഓൺലി ബിക്കോസ് ഓഫ് മീ എന്നുള്ളതല്ല, അതിനകത്തെ ശബ്ദം, അതിനകത്ത് സംഗീതം, അതിനകത്ത് ഇത് ആക്ച്വലി ലെനിൻ രാജേന്ദ്രൻ്റെ ഒരു കണ്ടെത്തലാണിത്, ഈ മോഹൻ സിതാര. പിന്നെ ലെനിനെക്കുറിച്ച് മരിച്ചുപോയിട്ട് പറയല്ല, ലെനിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരതൻ്റെ ഒരു ചെറിയ ടൈപ്പാണ്. ഭരതൻ്റെ ദുർവാശിയുടെ ഒരു 50% പുള്ളിക്കുണ്ട്. മധുസൂദനൻ നായർ എന്നുള്ള മനോഹരമായ കവിതകൾ പാടുന്ന ആളിൻ്റെ വോയിസിന് പകരം ദാസേട്ടനെ കൊണ്ട് പാടിച്ചാലോ എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് ചോദിച്ചിരുന്നു. ഒരു പാട്ടുണ്ടായിരുന്നു, മഹാനിദ്ര. അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയാം, ദാസേട്ടൻ്റെ പാട്ട് ഈസ് ഓക്കെ, പക്ഷേ ഈ പാട്ടിന് ഈ ശബ്ദം വേണമെന്ന്. അത് വളരെ അനശ്വരമായ രീതിയിൽ അത് മാറി. എന്നമ്പിള്ള പറഞ്ഞ പോലെ എന്താ അധികം ഗ്ലിസറിൻ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞപ്പം ഈ ശവത്തിന് ഈ കരച്ചിൽ മതി എന്ന് പറഞ്ഞതുപോലെ ഈ പാട്ടിന് ഈ ശബ്ദം വേണം. അല്ല, രഘുവരനുള്ള ക്യാരക്ടർ കടൽത്തീരത്ത് പോയിരിക്കുമ്പോൾ ഈ പാട്ടാണ് വരേണ്ടത്. അങ്ങനെ അത്രത്തോളം മിടുക്കനായ ലെനിൻ രാജേന്ദ്രൻ എം ഡി രാജേന്ദ്രനെ സഹായിച്ച് ഉണ്ടാക്കിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടായിരുന്നു. അതും സിനിമയിൽ മുറിച്ചവനെ നമുക്ക് വാസ്തവത്തിൽ നമ്മൾ എന്തെങ്കിലും IPC വകുപ്പുണ്ടെങ്കിൽ ശിക്ഷിക്കും. കാരണം അത്ര ലെനിൻ ഇയാളുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ബിജു, അനിയനെ പോലെയാണ്. ബിജുവിൻ്റെ ജീവിതത്തിൽ കരിയറിലൊരു ഗംഭീര പാട്ടായിരുന്നു അത്. സിനിമ കാണുമ്പോൾ നമ്മൾ വിഷമിക്കും. എന്തോ മറ്റേ നടിയുടെ പേര് മറന്നു, ജ്യോതിർമയി. ഇവർ രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ട് നല്ല വരികൾ മുറിച്ചു. അതിനുള്ള വരികൾ അടുത്ത വരിയൊക്കെ നല്ല പെരുങ്കളിയാട്ടം എന്നൊക്കെ നല്ല ലൈനുണ്ട്. വെളുപ്പോളം തോറ്റം എന്നൊക്കെ പറഞ്ഞ നല്ല വരികൾ, അതൊക്കെ മുറിഞ്ഞു പോയി എന്നുള്ളതാണ്. പക്ഷേ മറ്റു രീതിയിലുള്ള പാട്ടുകൾ പോപ്പുലറാണെങ്കിലും ഈ സിനിമ അന്യർ എന്നുള്ള പടത്തിന് എപ്പോഴും ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്ന ശ്രീകുട്ടൻ എന്നെ ഉപദേശിച്ചാണ്, താമസിച്ച് വരരുത്, സമയത്തിന് വരണം. സമയത്തിന് വരാതിരിക്കുന്ന ഉപേക്ഷ. നമ്മളിപ്പോൾ ആകാശവാണി നിലയുള്ള വിയൂരിൽ നിന്ന് ചിയ്യാരത്ത് ചേതനയിലേക്ക് ഇത്ര ദൂരമേ ഉള്ളൂ. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് MG ശ്രീകുമാർ അടക്കമുള്ളവർ ചിയ്യാരത്തെത്തി താങ്കളെ കാത്തു. അത് മാത്രമല്ല, നമുക്കുള്ള എല്ലാവരുടെയും സ്വഭാവം എന്ന് വെച്ചാൽ പാരീസിൽ പോകാൻ നമ്മൾ റെഡിയായിട്ട് പ്രിപ്പറേഷൻ കൊടുക്കും. നേരെ മറിച്ച് ചെമ്പുക്കാവിലാണെങ്കിൽ ഒരു അലസത വരും. ചെമ്പുക്കാവല്ലേ, അങ്ങനെ നമ്മൾ സമയം, അങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇത് സിനിമയിൽ വാസ്തവത്തിൽ ഇത് തന്നെ പ്രൊഫഷനായിട്ട് എടുത്തിരുന്നെങ്കിൽ എന്നെ ബാധിച്ചേനെ ഇത്. കാരണം ഈ സ്വഭാവം. പക്ഷേ വേറെ ജോലിയുള്ളത് കൊണ്ട് നമ്മൾ ബാധിച്ചില്ല എന്നുള്ളൂ. വലിയൊരു ഡിസിപ്ലിൻ ആവശ്യമാണ്, സമയത്തിന് ചെല്ലുന്നത്. ഇപ്പോൾ ഇത്ര ദിവസത്തെ ഷെഡ്യൂളെന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയൊക്കെ ഷൂട്ടിങ്ങിന് വിളിക്കുമ്പോൾ അവർ കറക്റ്റ് സമയത്ത് എണീറ്റ്. പ്രേം നസീറാണ് ഏറ്റവും വലിയ ഉദാഹരണം. 5 മണിക്കാണ് ഷൂട്ടിങ് റെഡി ആയിരിക്കും പുള്ളി. നേരെ മറിച്ച് ലോക്കൽ പ്രേം നസീർ, ഇപ്പോഴുള്ള പല പ്രേം നസീറുകളും 5 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 5 മണിക്ക് വരികയുള്ളൂ. അതും കാരവാൻ റെഡി അല്ലെങ്കിൽ വരികയില്ല. പണ്ട് പ്രേം നസീറാണെങ്കിൽ ഓട്ടോറിക്ഷയെ വരും. അല്ല, അവർ കാലം മാറിയുന്നുണ്ട്.